കാർഷിക വാർത്തകൾ. രാജ്യാന്തര റബ്ബർ വിപണിയിൽ വില തകർച്ച. ലേല കേന്ദ്രങ്ങളിൽ ഏലക്ക വരവ് കൂടുന്നു. മാറ്റമില്ലാതെ വെളിച്ചെണ്ണ വില. രാജ്യാന്തര റബ്ബർ വിപണിയിൽ വില തകർച്ച. പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ അലയടിച്ച വിൽപ്പന സമ്മർദ്ദം റെഡി മാർക്കറ്റിലേക്കും വ്യാപിച്ചു. തായ്ലാന്റിലും ഇതര ഉൽപാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് സീസൺ സജീവമായതും ക്രൂഡ് ഓയിൽ വില കുറച്ചതും റബ്ബറിനെ തളർത്തി. ബാങ്കോങ്ങിൽ റെഡി ഷീറ്റ് വില കിലോ 4 രൂപ ഇടിഞ്ഞ് 181 രൂപയായി. കൊച്ചിയിൽ 4ാം ഗ്രേഡ് 195 രൂപയിൽ നിന്നും 191 രൂപയിലേക്ക് ഇടിഞ്ഞു. ലേലകേന്ദ്രങ്ങളിൽ പുതിയ ഏലക്ക വരവ് ശക്തം. 5 ദിവസങ്ങളിൽ 7 ലക്ഷം കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങി. ഉയർന്ന കാർഷിക ചെലവുകൾ മൂലം പുതിയ ചരക്ക് ചെറുകിട കർഷകർ തിരക്കിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2353 രൂപയിലും മികച്ച ഇനങ്ങൾ 2910 രൂപയിലും കൈമാറി. അറബ് രാജ്യങ്ങൾ ഉൽപ്പന്നം ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നതിനാൽ ലേലത്തിൽ കയറ്റുമതിക്കാർ സജീവമാണ്. കയറ്റുമതിക്കാർ ഉത്സവ ഡിമാൻഡ് മുൻനിർത്തി ആഭ്യന്തര വാങ്ങലുകാരും ഏലക്ക ശേഖരിച്ചു. ചെറുകിട കർഷകർ ഓഫ് സീസണിലേക്ക് നീക്കിയിരിപ്പിന് തുടക്കം കുറിച്ചാൽ വിൽപ്പന സമ്മർദ്ദം നിയന്ത്രിക്കാനാകും. ഉത്സവ ഡിമാൻഡ് മുൻനിർത്തി ആഭ്യന്തര വാങ്ങലുകാരും ഏലക്ക സംഭരിക്കുന്നുണ്ട്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കൊച്ചിയിൽ 4ാം ദിവസവും സ്റ്റഡി. തമിഴ്നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ വില കിൻഡലിന് 325 രൂപയും കൊപ്രയ്ക്ക് 200 രൂപയും കുറഞ്ഞു. കങ്കായത്തെ വൻകിട മില്ലുകാർ കൊപ്ര സംഭരണം നിയന്ത്രിച്ചത് തിരക്ക് 2900 താഴാൻ ഇടയാക്കി. എന്നാൽ കൊച്ചിയിൽ കൊപ്ര 22,400 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US തീരുവയിൽ തിരിച്ചടി നേരിട്ട് ഇന്ത്യയിലെ ചെമ്മീൻ കർഷകർ. മറ്റ് കൃഷികളിലേക്ക് തിരിയാനാണ് തീരുമാനം. കർഷകരുടെ ലാഭത്തിൽ 20% ഇടിവ്. അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതിയുടെ ഏറ്റവും വലിയ വിതരണക്കാരാണ് ഇന്ത്യ. US-ന്റെ താരിഫ് മൂലം കയറ്റുമതി മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതാണ് മറ്റ് കൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെമ്മീൻ US-ലേക്ക് അയക്കുന്നത്. വർഷങ്ങളായി ഉപ്പുവെള്ളക്കുളങ്ങളിൽ ഉയർന്ന നിലവാരമുള്ള ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് രൂപയുടെ ചെമ്മീൻ കെട്ടുകളാണ് ഇവയെല്ലാം. കയറ്റുമതിക്കാർ കർഷകർക്ക് നൽകുന്ന നിരക്കുകളിൽ 20% കുറവുണ്ടായിട്ടുണ്ട്. ഇത് കർഷകരുടെ ലാഭത്തിന്റെ ഭൂരിഭാഗവും ഇല്ലാതാക്കിയെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം സമുദ്രോൽപ്പന്ന കയറ്റുമതി $7.4 ബില്യൺ ആയിരുന്നു. അതിൽ 40% ചെമ്മീൻ കയറ്റുമതിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭൂട്ടാന്റെ നാഷണൽ സീഡ് സെന്ററുമായി ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ കരാറിൽ ഒപ്പുവെച്ചു. 5 വർഷത്തെ വളം കയറ്റുമതിക്കാണ് കരാറായിരിക്കുന്നത്. ഭൂട്ടാന്റെ നാഷണൽ സീഡ് സെന്ററുമായി 5 വർഷത്തെ B2B കരാറിലാണ് ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത്. യൂറിയ, NPK തുടങ്ങിയ വളങ്ങൾ ഭൂട്ടാനിലേക്ക് കയറ്റുമതി ചെയ്യും. ഭൂട്ടാനിലെ കർഷകർക്ക് ആവശ്യമുള്ള കർഷക ഇൻപുട്ടുകൾ യഥാസമയം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും കാർഷിക ഉൽപാദനക്ഷമതയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യം. കാർഷിക മേഖലയിൽ ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെയാണ് കരാർ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുടർച്ചയായ മഴയിൽ വയനാട്ടിലെ പൂക്കൃഷി അവതാളത്തിൽ. ഓണത്തിന് ഇത്തവണ ഇതര സംസ്ഥാനങ്ങളിലെ പൂക്കളെ ആശ്രയിക്കേണ്ടി വരും. ഇത്തവണയും ഓണത്തിന് ഗുണ്ടൽപേട്ടിലെ പൂക്കളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓണക്കാലത്ത് ചെണ്ടുമല്ലിയും ജമന്തിയുമെല്ലാം വിവിധ കർഷക സംഘങ്ങളും കർഷകരുമെല്ലാം വയനാട്ടിൽ വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നു. മഴ വിടാതെ തുടർന്നതോടെ പല കർഷകർക്കും കൃഷിയിറക്കാൻ സാധിച്ചില്ല. വനിതാ ഗ്രൂപ്പുകളും കർഷക സംഘങ്ങളിലും കുറച്ചുപേർ മാത്രമാണ് കൃഷിയിറക്കിയത്. ചില കർഷകരും സംഘങ്ങളും ഓണം ലക്ഷ്യമിട്ട് പൂക്കൃഷി ഇറക്കിയിരുന്നു. നടിയിൽ മുതൽ 45 ദിവസമാണ് ജമന്തിയുടെ കാലം. ഇത്രയും ദിവസമാകുമ്പോഴേക്കും പൂവിട്ട് വിളവെടുപ്പിന് പ്രായമാകും. എന്നാൽ ഇത്തവണ പൂമുട്ടുകൾ വരാൻ വൈകി. ഇത് കൃത്യമായ സമയത്ത് പൂക്കൾ ലഭിക്കുന്നതിന് പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇതിനിടെ ഗുണ്ടൽപേട്ടിൽ ജമന്തിയുടെ ആദ്യഘട്ട വിളവെടുപ്പുകൾ ആരംഭിച്ചു. പെയിന്റ് കമ്പനികൾ അടക്കമുള്ളവയ്ക്കാണ് ഇപ്പോൾ വിളവെടുക്കുന്നത്. പൂക്കൾ ഓണത്തിനും ദസറ ആഘോഷത്തിനുമായി മാറ്റിവെക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 201, RSS 5 198, ലാറ്റക്സ് 139, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 69,300, കുരുമുളക് അൺഗാർബിൾ 67,300, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 36,600,
കൊപ്ര 22,200, ചുക്ക് 22,500.